സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഷംസീറിനോടൊപ്പം ചേർന്നു. ഷംസീർ, കൂടിക്കാഴ്ച കഴിഞ്ഞോ? എന്താണ് ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ പർപ്പസ്? എന്താണ്? അനുഷാദ്, നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികളാണ് ഇപ്പോൾ മർക്കസിലെത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കാണുന്നത്. കൂടിക്കാഴ്ച ഇപ്പോൾ 15 മിനിറ്റിലേറെ നീണ്ടു കഴിഞ്ഞു. കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട്, ഒപ്പം സജീവ് എന്ന മറ്റൊരു വ്യക്തി കൂടി, ഈ രണ്ട് പ്രതിനിധികളാണ് ഇപ്പോൾ മർക്കസിലെത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കാണുന്നത്. ഈ ചർച്ചകൾ ഇപ്പോഴും യമനിൽ തുടരുമ്പോഴും ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സംസാരിച്ചപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള ചർച്ചകളിലും ഇടപെടുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾ കൂടി ഈ മർക്കസിലെത്തി കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോഴും യമനിൽ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുന്നതിലേക്ക് തീരുമാനം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എന്നാൽ അതിൽ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഈ മാപ്പ് കൊടുക്കില്ലെന്ന തരത്തിലുള്ള സമീപനം ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തുടർ ചർച്ചകളിലൂടെ കുടുംബത്തിന്റെ ആകെ സമീപനം അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ഉമർ ഹാഫിൽ, ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ സുഹൃത്തും യമനിലെ സൂഫി വര്യനുമായ ഉമർ ഹാഫിദിന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ കുടുംബവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പങ്കുവെക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ മാപ്പ് നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും ദിയാധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അങ്ങനെയൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിന് സന്നദ്ധമാണ് എന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. എത്ര തുക വേണമെങ്കിലും സമാഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവരെത്തി അവരുടെ പ്രതികരണം ഉണ്ടാകുകയും ചെയ്യും. അല്പസമയം മുമ്പ് MV ജയരാജൻ കൂടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഈ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഈ നീക്കങ്ങളെ അഭിനന്ദനാർഹമാണ് എന്നുള്ള തരത്തിലാണ് MV ജയരാജനും പ്രതികരിച്ചത്. ഏതായാലും ആ തരത്തിലുള്ള സന്ദർശനങ്ങൾ കൂടി ഇപ്പോൾ മർക്കസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് കൂടി ഇവിടെ എത്തി കാന്തപുരത്തെ കണ്ടിരുന്നു. അദ്ദേഹം ഈ ഇടപെടലുകളെ അഭിനന്ദിക്കുന്ന പ്രതികരണമാണ് നടത്തിയത്.